ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ അടങ്ങിയിരുന്നൊരു ശീലവുമില്ല. ഇങ്ങനെ പോയാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അല്ല, എനിക്ക് ഭ്രാന്ത് പിടിച്ചാലും കുഴപ്പമൊന്നുമില്ലാന്ന് വിചാരിക്കുന്നവരും ഉണ്ടാകും. അങ്ങനെ വിചാരിക്കാത്തവരുണ്ടെങ്കിൽ അവരെന്നെ സഹായിക്കാതിരിക്കില്ല. ഇനിയിപ്പ എന്ത് ചെയ്യും? ഞാനേതായാലും അമ്പലം വരെ ഒന്ന് പോവുക. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. ഹലോ, ഒന്നവിടെ നിന്നേ. ഒന്നിങ്ങ് വന്നേ. എങ്ങോട്ടാ യാത്ര? അമ്പലത്തിൽ പോവാണ് മാഡം. ഓ, ക്ഷേത്ര ദർശനത്തിന് പോവല്ലേ ദാസ് മഹാരാജാവ്? എന്നാ പേരിലാകാമായിരുന്നല്ലോ യാത്ര. കുറച്ച് അകമ്പടിക്കാരെ കൂടി കൂട്ടാമായിരുന്നു. പരിഹാസം കൊള്ളാം. പരിഹസിക്കുന്ന ആളുടെ ബുദ്ധിസ്ഥിരതയിൽ സംശയമുള്ളതുകൊണ്ട് എനിക്കത് ഏക്കില്ല. ഓ, വിശ്വസ്തനായ സേവകൻ തൃച്ചംബരത്തെ വിശിഷ്ട അതിഥിയായി. ഓച്ചാനിച്ചു നിന്ന് തറവാട്ടിലെ മൂത്ത ബന്ധുക്കാരനുമായി. മകളെ കൊണ്ടുവന്ന അടുക്കളക്കാരിയാക്കി തൃച്ചംബരത്ത് ചെറുക്കന്റെ പുറകെ മകള് കറങ്ങുന്നത് കണ്ട് അതൊരു പുളിങ്കൊമ്പല്ലേന്ന് കരുതി കണ്ണുടച്ച് നിന്നും കൊടുത്തു. ഒരു സുപ്രഭാതത്തിൽ വിനീത ദാസന്റെ മകൾ കോടീശ്വരപുത്രനായ ആനന്ദിന്റെ ഭാര്യയായി. അയ്യോ, കാണപ്പെട്ട ദൈവത്തിന്റെ മകൻ മകളുടെ കഴുത്തിൽ താലി കെട്ടിയതറിഞ്ഞപ്പോ രോഷപ്രകടനം, അഖിലാമേടത്തോട് പ്രതിഷേധം, പലതരം നാടകങ്ങൾ, ഒടുവില് തന്ത്രപൂർവ്വം നാട്ടിലേക്കൊരു ഒളിച്ചോട്ടം. പോയാ? നാണയില്ലേ മനുഷ്യ നിങ്ങൾക്ക്? പറഞ്ഞു കഴിഞ്ഞോ? പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. എന്താ നിർത്തിക്കോ. പണ്ടൊക്കെ നിങ്ങൾ പറയുന്നത് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. അന്ന് ഞാൻ ഈ തൃച്ചംബരത്തെ ഒരു ജോലിക്കാരനായ ഡ്രൈവറായിരുന്നു. നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കാൻ ബാധ്യസ്ഥനല്ലെങ്കിലും മാഡത്തിനോട് ശിവരാമ സാറിനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ട് ഞാനതങ്ങ് ക്ഷമിച്ചു. പക്ഷെ ഇന്നത് കേട്ടു നിൽക്കേണ്ട ആവശ്യം ദാസിനില്ല. ഇന്നത് കേട്ടു നിൽക്കേണ്ട ആവശ്യം ആ ഡ്രൈവർ ദാസിന് ഇല്ലെന്നൊക്കെ എനിക്കറിയാം. ഇന്ന് ഇയാള് തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന്റെ അമ്മായിയച്ഛനല്ലേ? വളയം പിടിച്ച് തൃച്ചംബരത്തിന്റെ ഔദാര്യത്തിൽ കഴിഞ്ഞിരുന്ന നിങ്ങൾ തൃച്ചംബരത്തെ സപ്രമഞ്ചത്തിൽ വരെ അന്തി ഉറങ്ങി. ഞാനൊരു തൊഴിൽ ചെയ്ത് ജീവിച്ചു എന്ന് പറയാം. മാഡം പരദൂഷണം പറഞ്ഞ് ജീവിക്കുന്നു. ഔട്ട് ഹൗസിലെ പൊറുതി ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. തന്റെ കൂടും കുടുക്കയൊക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് എറിയും. കൈവിറയ്ക്കും. എന്തോ കൈവിറയ്ക്കും. മാഡത്തിന് ധൈര്യം ഉണ്ടെങ്കിലേ അതെടുത്തൊന്ന് എറിഞ്ഞു നോക്ക്. അപ്പൊ കാണാം. മര്യാദക്കൊക്കെ പെരുമാറിയാൽ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഞാനെന്നല്ല, ആരും നിങ്ങളെ വകവയ്ക്കില്ല. ഞാൻ അമ്പലത്തിലേക്ക് പോവാ. വേണമെങ്കില് നിങ്ങൾക്ക് നല്ല ബുദ്ധി തോന്നാൻ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ഗണപതിക്ക് ഒരു തേങ്ങ ഉടച്ചേക്കാം. നിങ്ങളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ അഖിലേച്ചിയുടെ കൽപ്പനയാ. അതാ ഞാൻ നടപ്പിലാക്കുന്നത്.
എല്ലാം പെറുക്കി എറിയടോ. നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ല മാഡം. ഉം. വീട്ടിൽ കയറി വന്ന് അക്രമം കാണിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അയ്യോ അച്ഛ എന്റെ പുസ്തകങ്ങളെ. ചേച്ചി പിന്നെ നിധികുംഭങ്ങളാണല്ലോ പുസ്തകങ്ങള്. വല്ല ഹോട്ടലിൽ എച്ചിൽ പാത്രം കഴുകി ജീവിക്കേണ്ട ഇവനൊക്കെ കളക്ടറാവാൻ നടക്കുന്നു. ഓന്റെ ഒരു പുസ്തകങ്ങളും. നിർത്തടാ. ഞാൻ താമസിക്കുന്ന എന്റെ വീട്ടിൽ കയറി വന്ന് അക്രമം കാണിക്കുന്നു. അയ്യോ, ഇറങ്ങിപ്പോടാ അവിടുന്ന്. ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. എന്താണോ നോക്കി നിക്കുന്നേ? ചവിട്ടി കൊല്ലടോ. ഇവരെയൊക്കെ ചവിട്ടി കൊന്നാലും ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല. അച്ഛാ എന്റെ അച്ഛനെ വിടറാ. എന്റെ അച്ഛനൊന്നും ചെയ്യല്ലേ. അച്ഛനൊന്നും ചെയ്യില്ലെന്നാ. അച്ഛ നമുക്ക് ഇവിടുന്ന് പോവാ അച്ഛ. എനിക്ക് പേടിയാവുന്നു. എല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിക്ക്. ശരി മേഡം. അയ്യോ ചേട്ടാ കത്തിക്കല്ലേ അച്ഛ. എന്റെ അച്ഛന്റെ ദേഹത്ത് തൊട്ടാ കൊന്നുകളയും ഞാൻ എല്ലാത്തിനും. ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ മോളെ അവളുടെ കയ്യിന്ന് ആ വെട്ടുകത്തി പിടിച്ചു വാങ്ങിച്ചിട്ട് അവളെയും കൂടി എടുത്തിട്ട് കത്തിക്ക്. എല്ലാത്തിനും കൂട്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന അടുക്കരുത്. അടുത്ത് കഴിഞ്ഞ കൊല്ലും ഞാൻ. നിർത്ത്. കല്യാണി ദാസ് സാർ. തൃച്ചമ്പറ്റത്തെ ശിവരാമൻ സാറാണല്ലോ ആ വന്നിരിക്കുന്നത്. അതെ ശിവരാമേട്ടാ, അഖിലേച്ചി ഔട്ടോസ് ഒഴിപ്പിക്കാൻ പറഞ്ഞപ്പോ ഞാനേ ധിക്കാരം കാണിക്കുന്നോടി. ഈ ഔട്ട് ഹൗസ് താമസിക്കുന്ന ആരാണെന്ന് അറിയോ നിനക്ക്? തൃച്ചമ്പുറത്ത് ശിവരാമകൃഷ്ണന്റെയും അഖിലാണ്ടേശ്വരിയുടെ മകനായ ആനന്ദകൃഷ്ണനും അവന്റെ ഭാര്യ കല്യാണിയുമാണ്. എല്ലാത്തിനുപരി ഞങ്ങളുടെ പ്രിയപ്പെട്ട ദാസിന്റെ വീടാണ്. അതെ അതെ, അഖിലാണ്ടേശ്വരി പറഞ്ഞിട്ട് തന്നെയാ ഞാൻ കുടി ഒഴിപ്പിക്കാൻ വന്നത്. അഖില അങ്ങനെ പറയില്ല. അഖിലേക്ക് ദാസ് എന്ന് പറഞ്ഞ കൂടെ പുറപ്പാണ്, അറിയോ നിനക്ക്? ശിവരാമേട്ടാ അത് പൊക്കോളാം എന്റെ മുമ്പിൽ നിന്ന്. ശാപം പിടിച്ച ജന്മം. തെരുവ് ഗുണ്ടകളെ കൊണ്ട് വീട് ഒഴിപ്പിക്കാൻ വന്നിരിക്കുന്നു. നീ ആരടി? പൂരാൻ ദേവി. ആ പ്രമാണം എടുക്ക. ഔട്ട് ഹൗസ് ഇപ്പോഴും ദാസേട്ടന്റെ പേര് തന്നെയാ. അത് വിലയാധാരമായി കൊടുത്തതാ, തീറാധാരം. അത് തിരികെ ചോദിക്കുന്നത് ഈ ലോകത്തെ ഏറ്റവും തരം താഴ്ന്ന പ്രവൃത്തിയാ. എന്നാലും തിരികെ വേണോന്ന് ആവശ്യപ്പെട്ടപ്പോ പറ്റില്ല എന്ന് ദാസേട്ടൻ പറഞ്ഞിട്ടില്ല. ഈ മനുഷ്യൻ അങ്ങനെ ഒരിക്കലും പറയില്ലെന്ന് നന്നായിട്ട് അറിയാവുന്ന ആളാ അമ്മ.
പറഞ്ഞത് പാലിക്കാതിരിക്കാനും കൊടുത്തത് തിരികെ വാങ്ങാനും അമ്മയ്ക്ക് നല്ല മിടുക്ക് തന്നെയാ. സമ്മതിച്ചു. അത് ഈ പാവത്തിനോടാവരുതായിരുന്നു. കാരണം വന്നു കയറിയ കാലം മുതൽ അമ്മയുടെ ആജ്ഞാനുവർത്തിയായി അനുസരണയോടെ നിന്നിട്ടേ ഉള്ളൂ. അന്നും ഇന്നും എന്നും. അതിന്റെ ഉപകാര സ്മരണയാ ഈ പ്രമാണവും ആ ഔട്ട് ഹൗസും. ദാസേട്ടന്റെ പേരിലിരിക്കുന്ന ഔട്ട് ഹൗസ് ദാസേട്ടൻ പോലും അറിയാതെ തെമ്മാടികളെ വരുത്തി ഒഴിപ്പിക്കാൻ നോക്കിയതല്ലേ. ഇനി അങ്ങനെ അങ്ങ് ഒഴിപ്പിച്ചെടുത്താ മതി. അല്ലെങ്കിൽ പ്രൗഢിയും അന്തസ്സും മുറുകെ പിടിക്കുന്ന അമ്മ കോടതി വിധിയിലൂടെ തിരികെ വാങ്ങട്ടെ. കണ്ണുകെട്ടി കയ്യിൽ ത്രാസുമായി നിൽക്കുന്ന നിയമദേവതയുടെ ഏത് തട്ടാണ് താഴ്ന്നതെന്ന് നമുക്ക് അപ്പ കാണാം. ദാസേട്ടൻ വാ. വാ ദാസേട്ടാ. അയ്യോ, അഖില, അമ്പലങ്ങൾ തോറും കയറി ഇറങ്ങി നടന്നിട്ടും സമാധാനം കിട്ടുന്നില്ല അല്ലേ? സ്നേഹിക്കുക എന്നത് ഒരു കഴിവാണ്. സ്നേഹിക്കപ്പെടുക എന്നത് അതൊരു ഭാഗ്യമാണ്. എന്നാൽ സ്നേഹം നിലനിർത്തുക എന്ന് പറയുന്നത് അതൊരു വലിയ ഉത്തരവാദിത്തമാണ് അഖില. അയ്യോ, വിലാസിനി, എന്താ ചേച്ചി? നിന്നോട് ആരാ പറഞ്ഞത് ഔട്ട് ഹൗസിൽ ചെന്ന് നെറുകേട് കാണിക്കാൻ? ആരാ അതിനുള്ള അധികാരം തന്നത്? ചേച്ചി, ചേച്ചിയുടെ അനുവാദത്തോടെ അല്ലേ ഞാനത് ചെയ്ത്? ഞാൻ പറഞ്ഞോ? ആ, ശ്ശോ, ചേച്ചിയുടെ ഉപ്പും ചോറും തിന്ന് ചേച്ചിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരോടാ ഞാൻ പ്രതികരിച്ചത്. അതൊരു അനിയത്തിയുടെ കടമയാണെന്ന് ഞാൻ കരുതിപ്പോയി. അനുജത്തിയുടെ കടമ. പുരയ്ക്ക് തീ പിടിക്കുമ്പോ വാഴ വെട്ടുന്ന നിന്റെ സ്ഥിരം തന്ത്രം നീ കാണിച്ചെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അയ്യോ, ഞാൻ എന്താ നോക്കുന്നേ? നീ ആരാണെന്നും നിന്റെ സ്വഭാവം എന്താണെന്നും എനിക്ക് അറിയില്ലെന്നാണോ നീ കരുതിയത്? നീ ചലിക്കുമ്പോ നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ക്ഷമിച്ചതൊക്കെ